Hi friends, welcome back to Dian's Paradise. Hope you all are doing good. ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു സെലിബ്രേഷൻ ട്രിപ്പാണ്. അമ്മയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് തന്നെ. എൻ്റെ പ്രീവിയസ് പോണ്ടിച്ചേരി വ്ളോഗ് കണ്ടിട്ട് അമ്മ ഒരാഗ്രഹം പറഞ്ഞു, അമ്മയ്ക്ക് നെക്സ്റ്റ് ടൈം ചെന്നൈയിൽ വരുമ്പോൾ എന്തായാലും പോണ്ടിച്ചേരി കാണണമെന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വാട്ട് ബെറ്റർ ദാൻ ഓൺ ഹർ ബർത്ത്ഡേ ഇറ്റ് സെൽഫ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അച്ഛനും അമ്മയും ഫസ്റ്റ് ടൈമാണ് പോണ്ടിച്ചേരിയിലേക്ക് വന്നത്. അപ്പോൾ അവരുടെ എക്സൈറ്റ്മെൻറ്റും കാണാം. പ്ലസ് ഞങ്ങൾ പുതിയ കുറേ സ്ഥലങ്ങൾ ഈ പ്രാവശ്യം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ എൻജോയ് ചെയ്യും. എൻ്റെ കഴിഞ്ഞ പോണ്ടിച്ചേരി വ്ളോഗിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ചെന്നൈ ടു പോണ്ടിച്ചേരി പോകാൻ 2 റൂട്ടാണുള്ളത്. ഒന്ന് ECR റൂട്ടും, അതായത് ഈസ്റ്റ് കോസ്റ്റ് റോഡും, അതുകൂടാതെ രണ്ടാമതാണ് ബൈപ്പാസ് റൂട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ECR റൂട്ടിൽ കൂടെയാണ് പോയത്. ഈ പ്രാവശ്യം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബൈപ്പാസ് റൂട്ടിൽ കൂടെയാണ്. ബൈപ്പാസിൽ കൂടെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എത്താം. ഏകദേശം 2.5 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കവിടെ റീച്ച് ആവാൻ പറ്റും. അതുതന്നെ ECR റൂട്ടിൽ കൂടെ പോകുമ്പോൾ കുറച്ച് ട്രാഫിക് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഒരു 3 മണിക്കൂറിൻ്റെ അടുത്തെത്തും നമ്മളവിടെ എത്താൻ വേണ്ടിയിട്ട്. നല്ല ലാൻഡ്സ്കേപ്പ് ആയിരുന്നു അതിലേക്കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. നല്ല രസമുണ്ടായിരുന്നു. അപ്പുറമൊക്കെ നിറയെ ഗ്രീനറിയും നല്ല ട്രീസൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു 2 സൈഡും. ഈ പ്രാവശ്യം ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത് ഓറോവിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ ഏകദേശം പോണ്ടിച്ചേരി എത്തി, ഓറോവിൽ ആ ഒരു ഏരിയ എത്തിക്കഴിഞ്ഞു. ഇതപ്പോൾ റിസോർട്ട് എൻട്രി ചെയ്യാണ്. ഓലിവ് ഡി വില്ല റിസോർട്ട് എന്നാണ് ഈ ഒരു റിസോർട്ടിൻ്റെ പേര്. ഈ ഓറോവിൽ എന്ന് പറഞ്ഞ സ്ഥലം പോണ്ടിച്ചേരി ബീച്ചിൽ നിന്ന് ഒരു 15 മിനിറ്റ്സിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ അത് ചെക്കിൻ ചെയ്ത് ഇതാണ് റൂം. 2 റൂം ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിലത്തെയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു റൂം, അവിടുത്തെ ഉള്ളിൽ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് ഡോറുണ്ട്, അത് ഇൻ്റർ കണക്റ്റഡ് ആണ് മറ്റേ റൂമിലേക്കും. അങ്ങനെ ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റിസോർട്ടിൽ തന്നെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇറങ്ങി കുറച്ച് നേരം അവിടേക്ക് ഒന്ന് ഇരുന്ന് റിലാക്സ് ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ ബീച്ചിലേക്ക് പോയത്. ഇതിപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയ ആണ്. റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ തന്നെ കുറച്ച് സിറ്റിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അപ്പുറത്ത് സ്വിമ്മിംഗ് പൂള്, അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ അതിന് ശേഷം നേരെ പോയത് പോണ്ടിച്ചേരി ബീച്ചിലേക്കാണ്. ഇതിപ്പോൾ ഞങ്ങൾ ബീച്ചെത്തി. ബീച്ചിൻ്റെ അടുത്ത് തന്നെ ഒരു ബുദ്ധ സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ആ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് നിന്ന് നല്ല ഒരു ഫോട്ടോഗ്രാഫ്സൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ബാക്ക് സൈഡിൽ അതിലെ പെയിൻറ്റിംഗ് ഒക്കെ നല്ല രസമായിരുന്നു. അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിൻ്റെ ശേഷമാണ് പിന്നെ ഞങ്ങൾ ബീച്ചിലേക്ക് നടന്നത്. ഇപ്പോൾ ബീച്ചെത്തി, നല്ല കാറ്റുണ്ടായിരുന്നു, പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു, ആൾക്കാരൊക്കെ നിറയെ ഉണ്ടായിരുന്നു. ആ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു ഫുൾ മൂൺ ഡേ ആയിരുന്നു. അതുകൊണ്ട് മൂണിൻ്റെ ഭംഗിയും അതുകൂടാതെ അവിടുത്തെ ഒരു കാറ്റും അറ്റ്മോസ്ഫിയറൊക്കെ നല്ല രസമായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. ഫസ്റ്റ് ഡേ വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഡേ ഇതിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വന്നിരിക്കുകയാണ് റെസ്റ്റോറൻറ്റിൽ. മെനുവിൽ എല്ലാ വെറൈറ്റീസും ഉണ്ടായിരുന്നു, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ. അങ്ങനെ ഫുഡ് കഴിച്ച് കുറച്ച് നേരം ഞങ്ങൾ റിലാക്സ് ചെയ്തതിൻ്റെ ശേഷം നേരെ പൂളിലേക്കാണ് പോയത്.
അങ്ങനെ പൂളിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ റെഡി ആയിട്ട് നേരെ പോയത് മന്ത്രി മന്ദിർ എന്ന് പറഞ്ഞ സ്ഥലം കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 1 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ നടന്ന് തന്നെ പോകണം. അതുകൂടാതെ വേണമെങ്കിൽ അവിടെ സൈക്കിൾസ് എല്ലാം അവൈലബിൾ ആണ്. സൈക്ലിംഗ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് പോവാം. അതല്ലെങ്കിൽ നമ്മൾ നടന്ന് തന്നെ പോകണം. വെഹിക്കിൾസ് അലൗഡ് അല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ ബസ് സർവീസ് ഉണ്ട്. ബസ് സർവീസിൽ ഓരോ ട്രിപ്പായിട്ട് നമ്മൾ ആൾക്കാരെ കൊണ്ടുവന്ന് ഇറക്കും. മന്ത്രി മന്ദിർ എന്ന് പറയുന്നത് ഒരു വലിയൊരു ബിൽഡിംഗ് ആണ്. അതിൻ്റെ ഉള്ളിൽ ഇൻറ്റിഗ്രൽ യോഗ പ്രാക്ടീസ് ചെയ്യുന്നൊരു സെൻറ്ററും കൂടെയാണ്. അങ്ങനെ ഔട്ട്സൈഡേഴ്സിനൊന്നും അലൗ ചെയ്യില്ല. അവിടെ തന്നെയുള്ള ആൾക്കാർക്ക് മാത്രമേ പെർമിഷനുള്ളൂ അതിൻ്റെ അകത്ത് പോയി കാണാനും. വലിയൊരു ഓപ്പൺ സ്പേസിൻ്റെ നടുക്കാണ് ഈ ഒരു ബിൽഡിങ് ഉള്ളത്. പുറത്തുനിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ഗോൾഡൻ ബോൾ മാതിരിയാണ് തോന്നുന്നത്. പക്ഷേ ഉള്ളിൽ അതിന് ഭയങ്കര സ്ട്രക്ചേഴ്സൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മളിതിൽ കാണാൻ ഇവിടേക്ക് വരുന്നതിൻ്റെ മുമ്പേ ഒരു വീഡിയോ റൂമുണ്ട്. അവിടെ നമുക്കിതിൻ്റെ ഹിസ്റ്ററി, അതെങ്ങനെ ഉണ്ടാക്കിയത്, എന്തൊക്കെ സാധനങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നതൊക്കെ കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ അവർ നമുക്ക് വേണ്ടി പ്ലേ ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷനൊക്കെ കിട്ടും. അങ്ങനെ മന്ത്രി മന്ദിറിൽ കുറേ നേരം ഇരുന്ന ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോഗ്രാഫ്സൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോയത് ടാൻറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. പോണ്ടിച്ചേരിയിൽ വന്നാൽ വുഡ് ഫയർഡ് പിസ്സാസ് കഴിക്കാതെ ഞാൻ പോകാറില്ല എന്ന് ഞാൻ ഇതിന് മുമ്പേ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റാണ് ഇവിടുത്തെ പിസ്സാസ്. അങ്ങനെ അവിടെ ഇതൊരു ഇറ്റാലിയൻ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ ഇറ്റാലിയൻ മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വെറൈറ്റീസിലും അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം ഓർഗാനിക്കാണ്. ഇവർ തന്നെ ഫാമിൽ നിന്ന് ഫ്രഷായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന വെജിറ്റബിൾസൊക്കെയാണെന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ സാലഡൊക്കെ ഭയങ്കര ഫ്രഷും ഭയങ്കര ടേസ്റ്റിയാണെന്നാണ് റിവ്യൂ ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് പിസ്സ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അവരുടെ മേക്കിംഗ് പ്രോസസ്സ് തന്നെ കാണാൻ തന്നെ ഡിഫറെൻ്റ് ആണ്. പിസ്സയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോയത് ചുണ്ണാമ്പർ ഐലൻഡിലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇവിടേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത സമയത്തായിരുന്നു മഴ പെയ്തിട്ട് ഞങ്ങൾ പ്ലാൻ മാറ്റേണ്ടി വന്നിട്ട് ഞങ്ങൾ നേരെ മഹാബലിപുരത്തേക്ക് പോയത്. ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബോട്ട് സർവീസസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ബോട്ട് നമുക്ക് സെലക്ട് ചെയ്യുക. സ്പീഡ് ബോട്ട് അല്ലെങ്കിൽ നോർമൽ ബോട്ട്സ്, അതിനൊക്കെ ഓരോരോ റേറ്റ്സാണ്. റേറ്റിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്തിട്ട് പോകാനാണ് പറ്റും. ഇവിടുന്ന് ഒരു 20 മിനിറ്റ്സ് ഓളം നമ്മൾ ബോട്ടിൽ റൈഡ് ചെയ്തിട്ട് വേണം ഐലൻഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇപ്പം ഞങ്ങൾ ഏകദേശം ഐലൻഡിൻ്റെ അടുത്തെത്തി. ആ കാണുന്നതാണ് എൻട്രൻസ്. പാരഡൈസ് ബീച്ച് എന്നാണ് ഇതിന് ശരിക്കും പറയുന്നത്. ഇവിടെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഔട്ട്സൈഡേഴ്സും അങ്ങനെ അനാവശ്യ ബഹളങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഇതേപോലെ നമ്മുടെ പോലെയുള്ള ടൂറിസ്റ്റ് മാത്രമേ ഉണ്ടാവൂ. അതും ബോട്ട് റൈഡ് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നല്ലൊരു സേഫ്റ്റി എല്ലാം കൊണ്ട് നല്ലൊരു സ്ഥലം തന്നെയാണ്. ഫാമിലി ആയിട്ട് വരാനും കുട്ടികളായിട്ടൊക്കെ വരാനുള്ള നല്ലൊരു സ്പേസാണ് ഇവിടെ. അകത്ത് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് എല്ലാവർക്കും, ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ പറ്റിയ റെയിൻ ഡാൻസ്, പാരാഗ്ലൈഡിങ്, അതേപോലെ തന്നെ ബഞ്ചി ജമ്പിങ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ വേണ്ടി ട്രൈ ചെയ്യാം.
ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നിക്ക് രാവിലെ തന്നെ, അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വരുന്നതായിരിക്കും ബെസ്റ്റ് ടൈം എന്ന് പറയുക. കാരണം നട്ടുച്ചയ്ക്ക് നല്ല വെയിലും നല്ല ചൂടുമായിരിക്കും. ഒരു 4 o'clock ശേഷമൊക്കെ ആണെങ്കിൽ നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറേ നേരം കൂടി ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാം. ഫാമിലി ആയിട്ടൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും. കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്യും. അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്ത് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയത്. ഇതൊക്കെയായിരുന്നു പോണ്ടിച്ചേരിയിലത്തെ വിശേഷങ്ങൾ. അച്ഛനും അമ്മയും കുറച്ച് ദിവസം കൂടെ ഉണ്ടായിരുന്നു ചെന്നൈയിൽ. അപ്പോൾ ഞങ്ങൾ ഓരോ വീക്കെൻഡിൽ ഓരോ സ്ഥലങ്ങളൊക്കെ പോയി. അതിൻ്റെ കുറച്ച് ക്ലിപ്സും വീഡിയോസും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു വീക്കിൻ്റെ മഹാബലിപുരം പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കാഴ്ചകളാണിതൊക്കെ. ഒരു വീക്കെൻഡ് ഞങ്ങൾ ബസന്റ് നഗർ ബീച്ച് പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുറച്ച് ഫൺ എലമെൻറ്റ്സും കുറച്ച് വീഡിയോസുമാണ് ഇതിൽ ഞാൻ ഇനി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ കേക്കായിരുന്നു. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ചോക്കോ ട്രഫിൾ കേക്ക്. വീട്ടിലത്തെ സെലിബ്രേഷൻ്റെ ഒരു ചെറിയൊരു വീഡിയോയും കൂടി ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അച്ഛനമ്മയായിട്ടുള്ള ഞങ്ങളുടെ കുറച്ച് മെമ്മറീസ് ഇവിടെ ഉണ്ടായിരുന്ന സമയത്തുള്ളത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യാനും അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ടിൽ വി മീറ്റ് നെക്സ്റ്റ് വിത്ത് അനദർ എക്സൈറ്റിംഗ് വീഡിയോ. ടേക്ക് കെയർ ആൻഡ് ബൈ.